നരേന്ദ്രമോദിയും വ്ളാഡിമിർ പുടിനുമായി ചർച്ചകൾ പലതും നടത്തുമ്പോൾ നെഞ്ചിടിക്കുന്നത് അമേരിക്കയുടേതാണ്. അമേരിക്കയ്ക്ക് എന്താണ് നെഞ്ചിടിക്കുന്നത് എന്നുള്ളത് ചോദിച്ചു കഴിഞ്ഞാൽ അമേരിക്ക ഭയക്കുന്ന കാര്യം സംഭവിക്കുമോ എന്നുള്ളതാണ് അമേരിക്ക ഇപ്പോൾ വിചാരിച്ചുകൊണ്ടിരിക്കുന്നത്. ചൈനയും ഈ കാര്യത്തിൽ പുറകിലൊന്നുമല്ല. കാരണം പുടിൻ ഇന്ത്യയിലേക്ക് വന്നപ്പോൾ പുടിന് ലഭിച്ച ഊഷ്മളമായിട്ടുള്ള സ്വീകരണം തൊട്ട് പുടിന് നരേന്ദ്രമോദി നൽകിയ പ്രൈവറ്റ് അത്താഴ വിരുന്ന് വരെ പല രാജ്യങ്ങളെയും വല്ലാത്ത രീതിയിൽ ആശങ്കപ്പെടുത്തുന്നുണ്ട്. ഇതിലൊരു പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത് S-500ന്റെ ചർച്ചകൾക്കാണ്, അതുപോലുള്ള ആയുധങ്ങളുടെ ചർച്ചകൾക്കാണ് പുടിൻ ഇന്ത്യയിലേക്ക് വന്നത് എന്നുള്ള ഒരു ചർച്ച ലോകമാധ്യമങ്ങൾക്കിടയിൽ നടക്കുന്നതിനിടെ അതങ്ങനെയല്ല. ജിയോ പൊളിറ്റിക്സിനെ പോലും മാറ്റാൻ സാധിക്കുന്ന രീതിയിലുള്ള, അല്ലെങ്കിൽ ജോഗ്രഫിയെ തന്നെ മാറ്റിമറിക്കാൻ സാധിക്കുന്ന രീതിയിലുള്ള മാരകമായിട്ടുള്ള മിസൈലുകൾ നരേന്ദ്രമോദിക്ക് സമ്മാനിക്കാനാണ്, അല്ലെങ്കിൽ ഇന്ത്യക്ക് നൽകാനാണ് പുടിൻ ഇങ്ങോട്ടേക്ക് വന്നത് എന്നുള്ള ചർച്ചയും ഒരു ഭാഗത്ത് സജീവമായി തുടരുകയാണ്. പ്രധാനമായും പോസിഡിയോൺ എന്ന് പറയുന്ന കടലിൽ സുനാമി ഉണ്ടാക്കാനുള്ള ഒരു മിസൈലുണ്ട്. ഈ മിസൈൽ ഇന്ത്യക്ക് പുടിൻ കൈമാറുമോ, അല്ലെങ്കിൽ അതിന്റെ സോഴ്സ് കോഡ് അടക്കം കൊടുക്കുമോ എന്നുള്ള ചോദ്യങ്ങൾ ഇപ്പോൾ ലോകമാധ്യമങ്ങൾ ഉയർത്തുന്നുണ്ട്. എങ്കിൽ അപകടകരമായിട്ടുള്ള വിനാശമായിരിക്കും പല ഭാഗത്തും ഉണ്ടാകുക എന്നുള്ളതാണ് ഇവർ ഉയർത്തുന്ന ഒരു വാദം എന്ന് പറയുന്നത്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ബ്യൂറസ്നെവിക് മിസൈലാണ്. ബ്യൂറസ്നെവിക് മിസൈൽ എന്ന് പറയുന്നത് 14 ദിവസം അന്തരീക്ഷത്തിൽ പറന്നു നടക്കാനും ഒരു ആണവ റിയാക്ടറിലൂടെ പ്രവർത്തിക്കുന്ന മിസൈലാണ്, ഒരു ന്യൂക്ലിയർ മിസൈലാണ്. ഇത് അത്യധികം വിനാശകരമായിട്ടുള്ള ഒരു മിസൈലാണ്. അമേരിക്കയുടെ കയ്യിൽ പോലും ഇത് തടയാനുള്ള സാങ്കേതിക വിദ്യയില്ല എന്നാണ് പ്രധാനമായും പറയുന്നത്. ഈ മിസൈൽ ഇന്ത്യയുടെ കയ്യിലേക്ക് എത്തുമോ എന്നുള്ളൊരു ചോദ്യമുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇത് അമേരിക്കയെ മാത്രമല്ല ചൈനയെ പോലും നിഷ്പ്രഭമാക്കുന്ന, ചൊടിപ്പിക്കുന്ന വലിയ കാര്യം തന്നെയാണ് നടക്കാൻ പോകുന്നത് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. രഹസ്യമായിട്ടുള്ള ഡീലുകളായിരിക്കും ഈ കാര്യത്തിൽ നടക്കുന്നത് എന്നുള്ളതാണ് പല മാധ്യമങ്ങളും പറയുന്നത്. ഇനിയിപ്പോൾ ഇന്ത്യക്ക് അത് തന്നാലും ഒരു യുദ്ധത്തിൽ ഇന്ത്യയുടെ പവർ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യുന്ന ആൾക്കാർക്ക് നേരെ പ്രയോഗിക്കാനായിരിക്കും ഇന്ത്യ അത് കരുതി വെക്കുക എന്നും പല മാധ്യമങ്ങളും എഴുതുന്നു. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.